രാജസ്ഥാനി ബേസൻ പ്യാസ്ക പറാത്ത എന്നാണ് അതിന്റെ പേര്. ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ഇതിനറിയാം. ഇത് ടേസ്റ്റ് ഉണ്ടോ ഒരു സംശയം വേണ്ട. ഇനിയാണ് ടാസ്ക് വരണേട്ടാ. ഇനി കട്ട് ചെയ്യണ്ടേ? അയ്യോ കട്ട് ചെയ്യ. രാജസ്ഥാൻകാര് പിടിച്ചിട്ടില്ല സാധ്യത സാധനം ഉണ്ടാക്ക. എങ്ങനെയുണ്ട് സാധനം? കഴിച്ചിട്ടില്ല. അപ്പോഴേക്കും തലയാട്ടി. അപ്പൊ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ കനത്ത മഴ അവസാനിച്ച് നേരം വെളുത്ത് കുറേ നേരം ഇങ്ങോട്ട് അലക്കി വിളിച്ചു. ഇപ്പൊ നോക്കിയേ വരണ്ട് കിടക്കാണ്. മഴ പെയ്ത ഒരു ഭാഗമാണെന്നേ പറയില്ല, അത്രയും ഗംഭീര മഴയായിരുന്നു. എത്ര മണിക്കൂറുകളാണ് പെയ്തേ? മഴ ഭയങ്കര ശക്തിയായിട്ടുണ്ടായിരുന്ന. ഇപ്പൊ ഉച്ചരിഞ്ഞ് ജാതി അത് ലാവർഷം എന്ന് പറഞ്ഞിട്ട്, ലാവർഷം ശരിക്കും പറഞ്ഞാണെങ്കിൽ വൈകുന്നേരം 8 മണിയാകുമ്പോഴേക്കും അവസാനിക്കുന്നതാണ്. ഒരു 2 മണി 3 മണിക്ക് തുടങ്ങിയിട്ട്. പണ്ട് കാലത്തൊരു രീതിയാണ്, ഇപ്പം അതൊക്കെ മാറി. ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് ഇവിടെ ബെഞ്ചും മേശയ്ക്ക് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരു കഴുകിയിട്ടില്ലല്ലോ. പറഞ്ഞു. ഒരേ സാധനം എന്തില്ല കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് കണ്ടിട്ട് ഒരു ചപ്പാത്തിട്ട് അടിപൊളി. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊതിയാവും സാധനം. അപ്പൊ അത് ഉണ്ടാക്കാൻ രാജസ്ഥാനി സാധനമാണ്. രാജസ്ഥാനി ബേസൻ പ്യാസ്ക പറാത്ത എന്നാണ് അതിന്റെ പേര്, ഫുൾ പേര്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഉണ്ടാക്കി നോക്കിയപ്പോ അതിലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാ. പുതിയതായിട്ടുള്ള സാധനങ്ങളൊന്നും ഒരുവിധം വീട്ടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, പണ്ടത്തെ പോലെ. പ്യാസ് പറഞ്ഞ സബോള, അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ അത് ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കണേ. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവണല്ലേ. എനിക്ക് കറിയൊന്നും വേണ്ടി വരില്ല അല്ലേ. പക്ഷെ അവരതിലേക്ക് തക്കാളി ചട്നിയും റെയ്ത്തിയും ഉണ്ടാക്കിയിട്ടാ വെച്ചേക്കണേ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം വരില്ല. അത് ഉണ്ടാക്കണേ മെത്തേഡ് കാണുമ്പോഴേ അത് തന്നെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കാം. ഇത് പാത്രം ഇതിലല്ല, ഇത് കുഴക്കാൻ പോലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി കുഴക്കാൻ പോകണം. അത് കഴിയുക. കുറച്ച് ദിവസത്തിന് ശേഷം കോഴികളെയൊക്കെ പുറത്തേക്ക് അഴിച്ചിട്ടോ കേട്ടാ. അപ്പൊ അവര് കിടന്ന് സ്വതന്ത്രമായിട്ടേ ഞാൻ കുറച്ച് ദിവസം അഴിച്ചിടാറില്ല. ഇപ്പൊ അതിന്റെ സന്തോഷത്തിൽ കിടന്ന് നടക്കുക. ചാർലിനെയും ഇമ്രാനെയും പൂട്ടിട്ടോ. അതുകൊണ്ടാണ് കോഴികളോട് സ്വതന്ത്രമായിട്ട് കിടന്ന് നടക്കുന്നത്. അല്ലെങ്കിൽ ചാർലിക്ക് പറ്റുന്ന ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി, പപ്പുകൾ പിടിപിടുന്നതിനെ പറിച്ചങ്ങോട്ട് ഇടും. ഇവരാണെങ്കിൽ നിന്ന് കൊടുക്കും, കിടന്നു കൊടുക്കും. പപ്പ് പറിക്കല് മാത്രല്ല, പപ്പ് പറിക്കുമ്പോ നിന്ന് കൊടുത്തോട്ടെ, ചിലപ്പോ ആ വേദന അധികം ഇല്ലായിരിക്കും. അതിന് തൊലി പൊളിച്ചു തുടങ്ങും. തൊലി പൊളിക്കുമ്പോഴാണ് നിന്ന് കൊടുക്കുന്നത്. കാണിച്ചില്ലേ മാവ് ഗോതമ്പ് പൊടി എടുക്കണോ എന്നിട്ടുള്ളത്? ചപ്പാത്തി കുഴക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുക്കണം കേട്ടോ. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി കുഴക്കലാണ്. ചപ്പാത്തി കുഴക്കില്ല, ചപ്പാത്തി മാവ് കുഴക്കലാണ് ആദ്യത്തെ പണി. ഉപ്പിടണു. വെള്ളം പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് കേട്ടാ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പരിപാടിയിലേക്ക് പോകാം. അവരിത് ചപ്പാത്തി മാവ് കുഴക്കണത് ഇതൊന്നും കാണിച്ചില്ല. ചപ്പാത്തി അതില് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണോ കുഴച്ചേക്കണെന്ന് നമുക്ക് അറിയില്ല കേട്ടാ. നോർമലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യണ പോലെ ചെയ്യണം. വേണേ ഒരു സ്പൂൺ നെയ്യ് എങ്ങനെ ചേർക്കണം കുഴക്കണേല്. ചേർക്കാം. സ്വല്പം നെയ്യ് ഒഴിക്കണ്ട കേട്ടാ. മതിയില്ലേ? കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. കുഴച്ച് മാറ്റി വെച്ചു കേട്ടാ. നെയ്യ് പറ്റിട്ട് സ്വല്പം നെയ്യാണ്ട് പറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു മിക്സിയിൽ ജാറെടുത്തിട്ട് മുഴുവൻ മല്ലിയില്ലേ അതൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് വലിയ ടീസ്പൂണാണ്. പിന്നെ ഇതിൻ്റെ അളവ് അവർ കാണിക്കുന്നില്ല കേട്ടാ. പെരിഞ്ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂൺ. നല്ല ജീരകം അത്രയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചു കൊണ്ടുവരാം. പൊടിക്കല്ലേ? പൊടിക്കുക, വല്ലാണ്ട് പൊടിയാവരുത്. തരിതരിപ്പായിരുന്നു. അപ്പോൾ അത് അടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ തുടങ്ങാം.
ഈ സാധനം പൊടിച്ചു പോകണം കേട്ടാ. ഇനി നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ കൂട്ടുണ്ടാക്കണം. കത്തുണ്ടോന്ന് അറിയില്ല. അടിപൊളി അടുപ്പായി. ഇത് വെച്ചതിന് ശേഷം അടിക്കൂടെ നോക്കണം. ഇത് പൊടിച്ചു പോകണപ്പോഴല്ലേ നല്ല മണ. പെരുംജീരകവും മല്ലിയും അല്ലേ? ആ നല്ല മണ. കോഴികൾ ആ പെരുംജീരകത്തിന് മുഴുവൻ തപ്പി പിന്നെ എടാ ഒക്കെ അവിടെ കുറച്ച് കണ്ടുല്ലോ. അപ്പോൾ രാജസ്ഥാനിക്കാർ സൺഫ്ലവർ ഓയിലാണ് ചെയ്തോന്ന് വിചാരിക്കും. കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ഇടുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ പൊടിച്ചു കൊണ്ടുവന്നിട്ടുള്ള സാധനം ഇടുന്നു. മല്ലി ജീരകം പെരുംജീരകം. ആഹാ മനോഹരമായ മണം വരുന്നു. ഇതിൻ്റെ നല്ല ഭംഗിയിൽ കാണാൻ. നമ്മൾ ഉത്തരേന്ത്യൻ സാധനങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റുള്ള സാധനങ്ങൾ മനസ്സിലാവണത്. ഓരോ വിഭവങ്ങൾ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ഇതിനറിയാം. ഇത് ടേസ്റ്റ് ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പക്ഷെ ഭയങ്കര വൈവിധ്യം. നമ്മുടെ സാധനങ്ങൾക്ക് വലിയ വൈവിധ്യം ഒന്നും ഇല്ലല്ലോ. അല്ല നമ്മൾ വൈവിധ്യം കാണുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും കഴിക്കുന്നുണ്ട്. ഒരുവിധം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഒരു പച്ചമുളക് ചതച്ചിട്ടാ. ഇഞ്ചി ചതച്ചത് കുറച്ച്. അതിൽ അളവൊന്നും കാണുന്നില്ല, ഏകദേശം കണക്കാക്കിയിട്ട് നമ്മൾ ഇടുന്നു. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് പോവും. അതൊരു ഷോർട്സ് ആണ് കണ്ടതേ, അതുകൊണ്ടാണ് വാണം വെച്ച പോലെയാണ് അത് പോണത്. നമുക്കൊന്നും നോക്കി പിടിക്കാൻ വരെ പറ്റില്ല. പിന്നെയൊക്കെ നമ്മളൊരു ഐഡിയ പ്രകാരം വെച്ച് കാച്ചണം. ഇത്ര വലിയ സാധനം ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല അല്ലേ കാണിക്കാനായിട്ടേ. ഇത്ര സ്പീഡിലാ. കുറേ വട്ടം കാണേണ്ടി വന്നൂല്ലേ നമുക്കിത് മനസ്സിലാവാൻ തന്നെ. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും ഉണ്ടാക്കി. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നത്. നോക്കിയതിൻ്റെ പണം നോക്കിയാൽ കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ. എന്തിൻ്റെങ്കിലൊക്കെ മണം കൂടുതലാണെങ്കിൽ അതൊക്കെ നമുക്ക് കുറയ്ക്കാം. ഇത് ഇളക്കാൻ തന്നെ ഒരു മൂടാണ്. ഇതിലേക്ക് രണ്ട് സവോള ഇരുന്നു കേട്ടോ അരിഞ്ഞത്. 2 വലിയ സവോള ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇളക്കണ ഇളക്കിക്കോ. ഒന്നും ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. ഒന്നും നിന്നെ കൊണ്ട് ചീപ്പിങ്ങില്ലേ എന്നല്ല പറയുന്നത്. നാളെ ഞങ്ങളുടെ ഗവൺമെൻറ് കോളേജിലത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. 1985-95 ബാച്ചാണ്. 10 കൊല്ലത്തെ ബാച്ച ഇതാണ് കാണിക്കുന്നത്. 1995 അതായത് 40 കൊല്ലം മുമ്പുള്ള 30 കൊല്ലത്തിന് 40 കൊല്ലത്തിനിടയിലുള്ള 86-88. ചേട്ടന്റെ ബാച്ചിലുള്ള കുറെ പേരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നല്ല. മറ്റേ കോടീശ്വരൻ കഴിഞ്ഞപ്പോ നിങ്ങൾ കൂടിയതല്ലേ? ഒരു കൊല്ലം അങ്ങോട്ട് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആരും കൂടിയില്ലേ. പിന്നെ അത് ഇല്ലാണ്ടായി പോയി. ഗരുഡയിലല്ല എന്തുട്ടാ ഹോട്ടലിന്റെ പേര് മറന്നു പോയി. അങ്ങനത്തെ ഒരു സാധനത്തിലാണ്. ഇതിലൊരു പൊട്ടുകൂടി ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടോ. ഇതിലേക്ക് സവാള ഇത്തിരി വാടിയിട്ടാ. കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ട്. ഭയങ്കരമായിട്ട് വാടണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി. കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടി ഇടും കേട്ടോ. അതെ കാശ്മീരി ഇത്തിരി കൂടി ഉണ്ട് കേട്ടോ. എരിവില്ലല്ലോ. അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ അങ്ങനെയാണ്. കളറൊക്കെ കിടന്നോട്ടെ. ഇതൊന്നിങ്ങനെ മിക്സ് ആക്കിയാൽ മതി കേട്ടാ. മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ഇളക്കറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഇളക്കി. ഇനി അടുത്തിട്ടുണ്ട് കടലമാവാണ് കേട്ടോ. കടലമാവ് ഒരു 2 ടീസ്പൂണോളം ഇട്ടുണ്ട്. ഇത്ര മതി. ഒരു പൊട്ടുകൊണ്ട് ഒഴിക്കാം. ഒഴിക്കല്ലേ ഇടാ, അളവില്ല. കടലമാവിന് പറഞ്ഞാണ് ബേസൻ ചേട്ടാ. ഇനി ഇതിലേക്ക് കസൂരി മേത്തിയില്ലേ, അതൊരു സ്വല്പം. സംഗതി കഴിഞ്ഞ പരിപാടി. ഇത്തിരി മല്ലിയിലിരുന്നു ഇളക്കിക്കോ. ഒരു 5 മിനിറ്റ് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതിൽ കൂട്ടി ശരി. ഇത് പാത്രം നല്ല ചൂടുണ്ട്. തീ ഓഫ് ചെയ്തു. ചൂടുണ്ടല്ലേ തന്നെ. ഈ ചപ്പാത്തി വരത്താം. അത് ഇറക്കി വയ്ക്കാം. നമുക്കിത് പാകത്തിനായി ഇത് ഇറക്കി വയ്ക്കാം. ഇനി ചപ്പാത്തി വരത്താം.
നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബോളുകളാക്കിയിട്ട് ചപ്പാത്തി പരത്തണം കേട്ടാ. 2 ചപ്പാത്തി പരത്തിയാലാണ് ഇതിന്റെ ഈ കർമ്മത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ഒരേപോലത്തെ 2 ചപ്പാത്തി പരത്തണം. ആദ്യം തന്നെ 2 ചപ്പാത്തി പരത്ത്. ചപ്പാത്തി ഒരെണ്ണം പരത്തി, അടുത്ത 1 മണി പരത്തട്ടെ. അപ്പൊ 2 എണ്ണം നമ്മൾ പരത്തി വെച്ചിട്ടാണ് അടുത്ത പരിപാടി ചെയ്യാൻ പോണേ. ഇതുമേ നെയ്യ് പറ്റണം. കുറച്ച് മതി നെയ്യ് കൈ ഉണ്ടാക്കിക്കോ. നെയ്യ് ഉരുക്കിയിട്ടാക്കണ്ടായിരുന്നു അല്ലേ? എന്താ? അയ്യോ, വേഗം പിടിക്കില്ലേ? കണ്ട ആ വേണമെങ്കിൽ അവിടേക്ക് ഇതിരി കൂടി ആക്കാം. വേണമെങ്കിൽ കണ്ടമാനം നെയ്യ് വേണ്ടി വരും. നെയ്യിന്റെ ഭയങ്കര കുത്താവും. ഈ നെയ്യ് ഉരുക്കിയ നെയ്യല്ല, അതുകൊണ്ടാണ് കേട്ടാ. ഒരു സ്ഥലത്ത് ആക്കാൻ ഇരുന്നാൽ മതിയായിരുന്നു. സാരില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ടില്ലേ, മസാല കൂട്ട്, ഈ നെയ്യ് പറ്റിയ എനിക്ക് ഇടാൻ പോകണം. ഇത്ര മതി, ഇടണം. കേട്ടോ, അത് പറ്റണ അത്രയ്ക്ക് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ബാക്കി നമുക്ക് ചപ്പാത്തി 2 ഉണ്ടാക്കിയാൽ മതി. ഓവറായി കഴിഞ്ഞാൽ അത് പരത്താൻ പറ്റില്ല. അത്ര മതി. എല്ലായിടത്തേക്ക് ചേട്ടാ. നീ കൈ കൊണ്ടായി കയറി. സ്പൂൺ എന്തിനാ? സ്പൂൺ എനിക്ക് കയ്യിൽ പിടിക്കാൻ. എനിക്ക് സ്പൂൺ കയ്യിൽ പിടിക്കാൻ. ഇത് പിടിച്ചോ. എന്താ? അല്ല, സ്പൂൺ കയ്യിൽ പിടിക്കാൻ എത്ര ഇഷ്ടമാണ്. ഇന്നാ ഈ കയ്യിലും പിടിച്ചോ. പിടിക്കി പിടിക്കി. താക്കോല് കൈ പിടിക്കുക. ഇത് മീതെ ഈ ചപ്പാത്തി വെക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇനിയാണ് ടാസ്ക് വരണേട്ടാ. പരത്ത് ഇനി കട്ട് ചെയ്യണ്ടേ? അയ്യോ, കത്തി വിടണ്ടാ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുഖമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. അതിൽ കാണുന്ന നല്ല ഈസിയാണ്, നമ്മൾ ചെയ്യുമ്പോ എങ്ങനെയാവും അറിയില്ല. 1 2 3 ഇത്രയ്ക്ക് വലുതാ. ഇത്രയ്ക്ക് മതിയില്ലേ? ഇനി ഇത് നമ്മള് ഞങ്ങൾക്ക് ഇതില് അറിയില്ല കേട്ടാ, പരിചയമൊന്നുമില്ല. രാജസ്ഥാൻകാരിലുള്ള വല്ല ജയ്പൂരും ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് നമ്മളെ തല്ലാൻ വരെ ഇരിക്കോ. ഇങ്ങനെ മുറിക്കുന്നു. ഇനി അത് ചുരുട്ടിയ സരിത റോളാക്കി അതിൽ വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. നീ ചുരുട്ടിക്കുക. ഇങ്ങനെ ചുരുട്ടിക്കുക. അതെ, ഇത് എങ്ങനെ ചുരുട്ടണു കേട്ടാ. ഞാൻ ചുരുട്ടണ. അപ്പൊ എന്നോട് ചുരുട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാട്ടെ. നമുക്ക് നടുവിലത്തെ 2 വലുതായിരിക്കും, അപ്പുറത്തെ ഇത്തിരി ചെറുതായിരിക്കും. സാറില്ലേ? അങ്ങനെ റോളുകളാക്കി. ഇതിൽ കുറവാ അരുത്തേ. എന്നിട്ട് ഇതിൽ തുറന്നെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് നമ്മൾ കൈ കൊണ്ട് അമർത്ത്. നമ്മൾ വീണ്ടും പരത്തുന്നു. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇടാണ്ട് വേണ്ട, ഇങ്ങനെ ആക്കണം കേട്ടാ. കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിടാ. ഞങ്ങള് എള്ളാണ് പകരുന്നത് കേട്ടാ. ഇത്തിരി എള്ളിടുന്നു, കറുത്ത എള്ളിടുന്നു. പിന്നെ കുറച്ച് മല്ലിയില. അല്ല, ഇതിനെ ഇങ്ങനെ വെക്കട്ടെ. അപ്പുറത്തിടണ? അപ്പുറത്ത് കിട്ടോ. എന്തായാലും ഇത്തിരി പൊടി ഇടേണ്ടി വരില്ല, അല്ലെങ്കിൽ പരത്തുമ്പോ പിടിക്കില്ലേ? ശരി അല്ലേ? തേങ്ങ പരത്താൻ പോട്ടാ. എന്താവുന്നു? കുഴപ്പമില്ലല്ലോ. അടി പിടിക്കും. അയ്യോ, ഇല്ല, അടി പിടിക്കില്ല. പിടിച്ചില്ല. നമ്മുടെ മല്ലിയില ഇത്തിരി വലിപ്പുള്ളതായി. അവര് അല്ല, മല്ലിയിലെ അവര് കുഞ്ഞു കുഞ്ഞു പൊടി പേരിനിടണുള്ള മല്ലിയില. അല്ല, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് ഇട്ടു മാത്രം. അത് ചേച്ചിട്ട് കൊറേ ഇടാൻ പാടില്ല. ഇവിടെ ഉണ്ട് വെച്ചിട്ട് പാകത്തിനല്ലേ പാടുള്ളോ. മതിയില്ലേ? ഇത്രേ പറ്റുള്ളോ. അധികം പരത്താൻ പറ്റില്ല. മറ്റേ വേവിക്കാനുള്ള സാധനം എടുത്ത് ചേട്ടാ. വേവിക്കാനുള്ള സാധനം എടുക്കുക. ഇത് മറ്റേ ഇതുകൊണ്ട് എടുക്കാം. സരിത കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് തിരുവനന്തപുരം പരത്താൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഭയങ്കര കനാവേ. കുഴപ്പമില്ല, അതിൻ്റെ മീതെ ഇട്ടോ. കാണാനൊക്കെ ഭംഗിയുണ്ട്. അവർ ഈസി ആയിട്ട് ഉണ്ടാക്കണതാവും. ഇതിപ്പോ നേടുമുടി വേണു. അക്കരെ പറയണ പോലെ കഴുത്ത് വെട്ട് ഡ്രൈവിങ് പഠിക്കണ പോലെ ചെയ്യണമെന്ന് സൂക്ഷിച്ചേ. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. തൊടാൻ പറ്റേ. നമ്മൾ ഈ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞില്ലേ
ഇനി സാധനം പോലെ ചപ്പാത്തി ആക്കണ പോലെ ഈ മിക്സ് കഴിച്ചു നോക്കി എടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോന്ന്. മറ്റേ ആദ്യം ഉണ്ടാക്കിയ പൊടിയില് അല്ല മല്ലിയില രസമുണ്ടാ? അല്ല പെരുജീരകത്തിന്റെ കുത്താൻ തോന്നുന്നുണ്ടാ? അങ്ങനെയല്ല, സബോള വല്ലാണ്ട് പാടിയിട്ടില്ല, ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല. അതിന്റെ ഒരു കടിക്കുമ്പോഴുള്ള അസ്വസ്ഥതയാണോ? അസ്വസ്ഥത എന്തിട്ട് ഇതിന്റെ വേറെ കറി വേണമെന്ന് തോന്നുന്നുണ്ടോ ചേട്ടന്? കറിയൊന്നും വേണ്ട. അതന്നെ ഞാനും പറഞ്ഞു. അല്ല നമുക്ക് സർലാസ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി. പുളി അധികം ഇല്ലാത്ത തൈര് വേണം ഉണ്ടാക്കണമെങ്കിൽ. നമ്മുടെ തൈര് നല്ല പുളിയാ. അത് എന്തായി ചൂടായ എടുത്തിട്ടോ ഇതേട്ടാ ഈ സാധനം ഇട്ടു. അടുത്ത് പരത്തട്ടെ ഞാൻ. അടുത്ത് പരത്തണം. ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനൊന്നുമില്ലേ? അതെ ഇതിലത്തെ ബീത കറുത്തെള്ളിടണു. ഇന്നിട്ടാ ഇങ്ങനെ കുറച്ച് പൊടിയോ തരട്ടെ. ആ പൊട്ടി പിടിക്കാണ്ട് കിടക്കില്ല. മല്ലിയില ഇരുന്നു. മല്ലിയിലേക്ക് ഒരു ക്ഷാമം ഇല്ല. ഞാൻ മല്ലിയില കൂടുതൽ വാങ്ങിച്ചു. പരത്തി കഴിഞ്ഞിട്ട് എള്ളിട്ടാൽ മതി സരിത. അപ്പോൾ ഇത്തിരി വലിപ്പുണ്ടാവുമല്ലോ. അല്ല പരത്തുമ്പോഴേ അത് പറ്റിച്ചേർന്നിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ അത് പോവും. ശരി. മല്ലിയല്ല ഭയങ്കര ചെറുതാക്കി നുറുക്കണ്ടായിരുന്നു ചേട്ടാ. അബദ്ധം പറ്റി. മറിച്ചിട്ടാലോ? മറിച്ചിട്. ഇല്ല കണ്ട മല്ലിയില ഇതുപോലെ അരിയണം. കുഞ്ഞു 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 ഇങ്ങനെ. അത് ആകെപ്പാട് പൊട്ട് മല്ലിയില അവരെടുത്തിട്ടുള്ളോ അതിൽ കണ്ടത്? നമ്മൾ കണ്ടമാനെടുത്തു മാത്രം. എന്തിനു കണ്ടമാനെടുക്കണ ചേട്ടാ? മല്ലിയില മണം കൂടിയാലും ഇതുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നുകൂടി മറിച്ചിടാം. അപ്പോൾ അവൻ തുടങ്ങി കണ്ടാ. ഇതിന്റെ ഭർത്തണ്ടല്ലോ രാജസ്ഥാൻകാർ പിടിച്ചിട്ടില്ല സാധ്യത. സാധനം ഉണ്ടാക്കുക. ജയ്പൂരിലെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവര് പറഞ്ഞു തരും. അന്ന് നമ്മൾ സ്പാനിഷ് ഇത് എടുക്കണം കേട്ടോ. സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കൊല്ലത്തു നിന്നുള്ള അടുത്തിടണോ അവര് പറഞ്ഞേ. കൊല്ലത്തു നിന്നുള്ള അവർ പേര് ഞാൻ മറന്നു. അവര് സ്പെയിനിലാണ്. അവര് വന്നിട്ട് എനിക്ക് വിളിച്ചിട്ട് പറയാ അജു ഇങ്ങനെയല്ല ഉണ്ടാക്കാന്ന്. നമ്മൾ തുന്തുര് പറഞ്ഞ മോഡലിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവര് സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ് സ്പാനിഷ് ഓംലെറ്റ്. വളരെ സിമ്പിളാണ് അത്. നമ്മൾ ഇന്നാളെ ഒരു സാധനം കണ്ടല്ലോ, ഒരു മൊറോക്കൻ ഡിഷ്. അതിന്റെ അടിയിൽ മുഴുവൻ മൊറോക്കൻസ് വന്നിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനിട്ടാണ് വീഡിയോ ജഗ് കാണിച്ചെന്താ. ശരിക്കും കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിലെ സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല എന്ന് മാത്രം. ചില സാധനങ്ങൾ നമുക്ക് തമിഴ്നാട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയും ചിലപ്പോൾ ശരിയാവില്ല. അവരുണ്ടാക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അതതിന് അതേ സാധനമായ പോലും ഇവിടെ കിട്ടണത് ഇതിൽ വ്യത്യാസം ഉണ്ടാവേ. അതാണ് കുമാരിയേച്ചിക്ക് പല സാധനങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി വരില്ല ആൾക്ക്. കാരണം അവിടെ കിട്ടണത് സാധനമല്ല ഇവിടത്തെ. ഇതായിട്ടാ രണ്ടാമത്തെ എടുത്തിട്ടുണ്ടോ? ഇത് ചെറുതാ. ഈ സൈഡ് രണ്ട് അപ്പുറത്തെ സൈഡിലെത്തിയല്ല, രണ്ടെണ്ണം ഒരുമിച്ചാക്കായിരുന്നു. നാണം കേട്ടാ. ഇത് ഭയങ്കര ചെറുതാ. അത് വേറെ കൂട്ടിട്ട് ചേർത്തിട്ട് ആക്കിയാൽ മതി. ചെറുതാ. ഇത് വേറെ ഇങ്ങനെ കൂട്ടി ചേർക്കാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ആയ കാരണം വേറെ ചേർക്കാനും പറ്റില്ല. ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. പിന്നെ തോന്നുന്നുണ്ടാ? അല്ല തൈര് വേണ വെറുതെ തിന്നാ മതിയില്ലേ? വെറുതെ തന്നെ ഭയങ്കര ചെറുതായിരിക്കൂട്ടാ. ഇതെങ്ങനെയാ ഇത് വയ്ക്കുമ്പോ നമുക്ക് നാണാവാ. അയ്യോ പൊടി ഇടാൻ മറന്നു. അതാണ് തൊട്ടി. അത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ വലിപ്പം അത്രയ്ക്കുള്ളൂ. ചെറുത് കേട്ടോ. അവരെ ചെറുത് നമുക്ക് തന്നെ ഇതാവാ. ഞാൻ അടുത്ത് കൂട്ടിക്കോ. അടുത്ത ചപ്പാത്തി പരത്തിക്കോ. ചെറുത് തിന്നിട്ട് ഞാൻ അതിന്റെ അഭിപ്രായം പറയാം. കുഞ്ഞിതേ ഇതെനിക്ക് തോന്നിയ നല്ല കനത്തിൽ പരത്തണമായിരിക്കും. ഇനി പരത്തട്ടെ. അടുത്ത് പരത്തിയിട്ട് ഇനി ഇടാൻ പറ്റത്. ഇത് ആയി. ഇത് ചെറുതാണ്. ചതുരത്തിൽ പരത്തേണ്ടി വരും. തീ ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് കിട്ടില്ല. ഈ സാധനം തിന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചൂടാണ്. അയ്യോ അത് ചൂടാ.
നല്ല മണം കേട്ടോ അതിൻ്റെ ബെസ്റ്റ് മണാ. ചപ്പാത്തി പരത്തട്ടെ. തൈരിൽ ഉപ്പ് ചേർത്തിട്ട് കഴിച്ചാലോ? എന്തിനാണ് ചേട്ടൻ തൈരിൽ ഉപ്പ് ചേർത്ത് കഴിക്കണേ? കഴിച്ചോ. എള്ളും മറ്റേ എല്ലയൊക്കെ കൂടി ഒട്ടി പിടിച്ചു. ഞാൻ ചെറുത് നോക്കിയോട്ടോ ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് നോട്ടത്. വെറുതെ തന്നെ ചെറിയൊരു പുളി ഉണ്ടല്ലേ. പുളിയാ? ഇല്ല കുഴപ്പമില്ല, നല്ല രസമാണ്. പുളി ഉണ്ടെന്ന് പറഞ്ഞതപ്പോ? പുളിയെന്ന് സബോളയോ? സബോളയ്ക്ക് അവിടെ പുളി. പുളിയുണ്ട്. ആ ചെറുനാരങ്ങ നീരിൻ്റെ ആണോ? ആ അതന്നെയാവും. രസമല്ലേ? മറ്റേ സാധനം ചേർത്തടിക്കുമ്പോൾ അടിപൊളിയല്ലേ? പറയാൻ മാത്രം ടേസ്റ്റ് ഒന്നുമില്ല അല്ലേ? ജഗ്ഗു വരുന്നു. നീ സാധനം കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ടെന്ന്. കഴിക്കേ. സുജിത പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചേ. സുജിത ഇന്ന് ശനിയാഴ്ച കാരണം പിള്ളേർക്ക് മുടക്കല്ല. അവൾ പിള്ളേരും കൊണ്ടാവുന്നേക്കണം. കുറേ നാളായി സുജിത വന്നിട്ട്. ചപ്പാത്തി ഇഷ്ടപ്പെട്ടാ? സുജിതേ പിള്ളേരെ വിട്. അവര് പേടിച്ച് വേണ്ടാന്ന്. അതേ സജീൻ്റെ മോള് വന്നിട്ടായിരുന്നു. അവൾക്ക് ഒരെണ്ണ പകുതി കൊടുത്തു. തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് സാധനം. എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാണുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റില്ല. നമുക്കിങ്ങനെ ആ റീല് കണ്ടപ്പോൾ കണ്ടൊരു നല്ല രസം ഉണ്ടാവുന്നു. ആ ഒരു സംഭവം ഇല്ല. നാരങ്ങ നീര് ചേർക്കണ്ട അല്ലേ? നാരങ്ങ നീരേ നിങ്ങൾ ഉണ്ടാക്കണ്ടേ? നാരങ്ങ നീര് ചേർക്കണ്ട കേട്ടാ. ചേർക്കാണ്ട് ഇത് ഉണ്ടാക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് കുഴപ്പമില്ല. മണം ഇങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നിട്ട് റൈത്തിയും മറ്റേ ടൊമാറ്റോ ചട്നിയും രണ്ടും പുളിയുള്ളതാ. റൈത്തിയും പുളിയുള്ളതാ, ടൊമാറ്റോ ചട്നിയും പുളിയുള്ളതാ. അപ്പം അത് ചേർത്ത് കഴിച്ചാൽ മതിയാവും. പിള്ളേരുടെ ഇങ്ങോട്ട് വാ, അത് കഴിച്ചോ. പിള്ളേർക്ക് പാവക്കതി പതി അങ്ങോട്ട് കൊടുക്കാം. ഉണ്ടാക്കുമ്പോൾ കൊടുക്കാം. ഇത് ഞാൻ ഇത് പകുതി ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് പരത്തട്ടെ. അതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? അത് നീ എന്ത് വേണം ചെയ്യും. ഇപ്പോൾ ഞാൻ പിള്ളേർക്ക് കൊടുത്തിട്ട് അവർ നാണം. കമോ ഇതാണ് സുജിത രണ്ട് പിള്ളേരുകൾ. ഇത് എന്താ അവൾക്ക് ചിരി മാത്രമല്ലോ ഒരെടുത്ത് കഴിച്ചേ ഉണ്ണി. ആ അവരത് മുഴുവൻ എടുത്തോ? നീ എടുത്ത് കഴിച്ചേ. എങ്ങനെയുണ്ട് സാധനം? കഴിച്ചിട്ടില്ല അപ്പോഴേക്ക് തലയാട്ടി അല്ലേ? കഴിക്കേ. എന്നാ നീ കഴിക്കടാ. അങ്ങോട്ട് വാ ഒരെണ്ണ സ്വല്പം കൂടി കഴിക്കും. ഇത് മുഴുവൻ കഴിച്ചതല്ല എൻ്റെ പേര്. അമ്മയ്ക്ക് കൊടുക്കാം. സുജിത കഴിച്ച് വയ്ക്കത്. ഞങ്ങൾ കൈ കഴുകിക്കോ. നീ കഴിച്ച് വയ്ക്കുക. ഇതിന് ചട്നിയും കിട്നിയൊക്കെ വേണം. വെറുതെ തന്നെ അത്. ആ പുളിയുണ്ട് അതിൽ. ചെറുനാരങ്ങ നീര് ഇത്തിരി കൂടിപ്പോയതോ അതോ ചെറുനാരങ്ങ നീര് വേണ്ടതൊക്കെ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം രാജസ്ഥാനി ഗഡി ഗഡി കഴിഞ്ഞു പരിപാടി. ഇനി സരിത ബാക്കിയുള്ളത് ഉണ്ടാക്കി തീർക്കട്ടെ കേട്ടാ. ഉരുളക്കിഴങ്ങൊന്നുമില്ല.